Good morning, friends. I am Shafiq, lecturer in Mechanical, Majlis Poly, Valancheri. We are discussing about the topic comparators. What is comparator? Comparator is an instrument used for comparing the dimensions of a component with a standard of length. The purpose of a comparator is to detect and display the small difference between the unknown linear dimension and length of standard. Comparator എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ദ ഡയമെൻഷൻസ് ഓഫ് എ കമ്പോണൻറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് ലെങ്ത്ത്. കാരണം ഒരു സ്റ്റാൻഡേർഡ് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മളൊരു പാർട്ട് ഡിസൈൻ ചെയ്യുന്നൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു മെക്കാനിക്കൽ പാർട്സ് അവിടെ അതിനൊരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഉണ്ടാവും. ലെങ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത് എല്ലാം ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ഡയമെൻഷനുള്ള ഒരു ഇത് ഉണ്ടാക്കി വെക്കും. അതുമായിട്ട് കമ്പാരേറ്ററിൻ്റെ ഇത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു മാസ് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് ഓരോ പാർട്സിനെയും നമ്മൾ നിർമ്മിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനെയും അതിന് ആ സ്റ്റാൻഡേർഡിൽ നിന്നും എറർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അത് കണ്ടെത്താനുമാണ് നമ്മൾ കമ്പാരേറ്റർ യൂസ് ചെയ്യുന്നത്. അതാണ് ആ 2 പോയിന്റുകളിൽ പറഞ്ഞത്. ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ഈസ് ഡിറ്റക്റ്റഡ് ആസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സെൻസിങ് പ്രോബ്. അതിൽ എന്തെങ്കിലും ലെങ്ത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളെ സെൻസിങ് പ്രോബ് ഒരു ആംഗുലർ ഇതിലാണെങ്കിൽ അതിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് കാണുക. ഓക്കെ. Small input displacement is magnified or amplified so that the displayed on an analog scale. ഇതാണ് കമ്പാരേറ്ററിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് ചെറിയ ഡിഫറൻസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്യും അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ചെയ്യും. 5000 ടൈംസ് വരെയൊക്കെ മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമുക്കത് കാണിക്കുക, ചെറിയ എറർ ആണെങ്കിൽ പോലും. അപ്പം നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഇതിലെ പ്രെസിഷനായിട്ടുള്ള ഇത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കമ്പാരേറ്റർ. ഓക്കെ. ഇനി അതിൻ്റെ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ കമ്പാരേറ്റർ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. മെയിൻലി 3 പാർട്സ് ഉണ്ടാവും ഒരു കമ്പാരേറ്ററിന്. ഒന്നൊരു ഫിക്സഡ് സർഫസ്, ആ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ട ഒരു ഫിക്സഡ് സർഫസ് ഉണ്ടാവും. അവിടെ വെച്ചാണ് ആ മെഷർമെൻറ്റ് എടുക്കുക. പിന്നെ ഒരു very sensitive indicator which will show the movement of a sliding piece usually terminating at an anvil with a curved face. ഒരു നമ്മൾ ഒരു ആൻവിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്ലഞ്ചർ ഉണ്ടാവും. ആ പ്ലഞ്ചറിൻ്റെ ടിപ്പ് ഒരു കെർവ്ഡ് ഫേസ് ആയിരിക്കും. അതിൽ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അതിൽ ഒരു ചെറിയ ഡീവിയേഷൻ 0.01 mm ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീഡിൽ, ഗേജിലുള്ള നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഒരു പ്ലഞ്ചർ എന്നുള്ള ഒരു മൂവിങ് പാർട്ട് എന്തായാലും ഉണ്ടാവും. തേർഡ്, അറേഞ്ച്മെൻറ്റ് ഓഫ് സെറ്റിംഗ് ദ കർവ്ഡ് ഫേസ് അറ്റ് ആൻ അഡ്ജസ്റ്റബിൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് സർഫസ് മെൻഷൻഡ് എബോവ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിക്സഡ് സർഫസിനെ നമുക്ക് അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും, ഒരു പ്രൊവിഷൻ അതിലുണ്ടാവും. എല്ലാത്തിലും ചെറുതിനെയും വലുതിനെയും നമ്മളെ സ്ലിപ്പ് ഗേജ് വെച്ചൊക്കെയാണ് ഇതിനെ കമ്പയർ ചെയ്യാം. അത് നമുക്ക് വരും സ്ലൈഡുകളിൽ കാണാം. നെക്സ്റ്റ്, യൂസസ് ഓഫ് കമ്പാരേറ്റർ. എന്തൊക്കെയാണ് കമ്പാരേറ്റർ കൊണ്ടുള്ള യൂസുകൾ, എവിടേക്കാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? ടു ഇൻസ്പെക്ട് ന്യൂലി പർച്ചേസ്ഡ് ഗേജസ്. ഓക്കെ. സെക്കൻഡ്, ടു ചെക്ക് ദ കമ്പോണൻറ്റ്സ് അറ്റ് എ വെരി ഫാസ്റ്റ് റേറ്റ് എസ്പെഷ്യലി ഇൻ മാസ് പ്രൊഡക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാസ് പ്രൊഡക്ഷൻ്റെ സമയത്ത് വെരി ഫാസ്റ്റായിട്ട് കമ്പോണൻസിനെ ചെക്ക് ചെയ്യാൻ പറ്റും. തേർഡ്, ആസ് ലബോറട്ടറി സ്റ്റാൻഡേർഡ് ഫ്രം വിച്ച് വർക്കിംഗ് ഓർ ഇൻസ്പെക്ഷൻ ഗേജസ് ആർ സെറ്റ് ആൻഡ് കോറിലേറ്റഡ്. ലബോറട്ടറി സ്റ്റാൻഡേർഡിൽ ഉള്ള ഇതിന് വേണ്ടി കമ്പാരേറ്റർ യൂസ് ചെയ്യാം. ഇൻ സെലക്റ്റീവ് അസംബ്ലി ഓഫ് പാർട്സ്. ഫിഫ്ത്ത് വൺ, ആസ് വർക്കിംഗ് ഗേജസ്. 6, final inspection gauges. 7th, receiving inspection gauges. ഇനി ക്ലാസിഫിക്കേഷൻ.
ക്ലാസിഫിക്കേഷൻ മെയിൻലി 4 ടൈപ്സ് ആണുള്ളത്. മെക്കാനിക്കൽ കമ്പറേറ്റേഴ്സ്, ഇലക്ട്രിക്കൽ കമ്പറേറ്റേഴ്സ്, ഒപ്റ്റിക്കൽ കമ്പറേറ്റേഴ്സ് ആൻഡ് ന്യൂമാറ്റിക് കമ്പറേറ്റേഴ്സ്. മെക്കാനിക്കൽ കമ്പറേറ്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ഡയൽ ഇൻഡിക്കേറ്റർ, റീഡ് ടൈപ്പ് കമ്പറേറ്റർ ആൻഡ് സിഗ്മ കമ്പറേറ്റർ. നമുക്ക് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പറേറ്റർ. എന്താണ് മെക്കാനിക്കൽ കമ്പറേറ്റർ? ഇറ്റ് യൂട്ടിലൈസ് മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് മാഗ്നിഫൈങ് ദ മൂവ്മെൻറ്റ് ഓഫ് കോണ്ടാക്ട് പ്ലഞ്ചർ. നമ്മൾ പറഞ്ഞു ഒരു പ്ലഞ്ചർ ഉണ്ടാവും. ആ പ്ലഞ്ചറാണ് വർക്ക് പീസായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലെ മെത്തേഡ് എന്തായിരിക്കും? ഇതിനെ മാഗ്നിഫൈ ചെയ്യുന്ന മെത്തേഡ് മെക്കാനിക്കൽ വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ മെക്കാനിക്കൽ കമ്പറേറ്റർ എന്ന് പറയാം. ഇതിന് ഇപ്പം നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഇലക്ട്രിക്കൽ കമ്പറേറ്റർ, അതിനൊക്കെ ഇലക്ട്രിക്കൽ എനർജി വേണമെന്ന്, കറണ്ട് സപ്ലൈ വേണമെന്ന്, പവർ വേണമെന്നുള്ളത് പേര് തന്നെ വ്യക്തമാണ്. ഇതുപോലെ ഇതിന് സെൽഫ് കൺട്രോൾഡ് ആണ്. നോ പവർ ഓർ എനി അതർ ഫോം ഓഫ് എനർജി ഈസ് റിക്വയർഡ്. അതാണ് മെക്കാനിക്കൽ കമ്പറേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദ മൂവ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ ഡയമെൻഷൻ ബീയിങ് ചെക്ക്ഡ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എന്താണ് കമ്പറേറ്റർ എന്ന് പറഞ്ഞതാണ്. ആക്ച്വൽ ഡിഫറൻസും ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഡിഫറൻസും നമ്മുടെ ആക്ച്വൽ ഡിഫറൻസും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 3 ടൈപ്സ് ഉണ്ട്. ഡയൽ ഇൻഡിക്കേറ്റർ, റീഡ് ടൈപ്പ് കമ്പറേറ്റർ, സിഗ്മ കമ്പറേറ്റർ. അതിൽ ഫസ്റ്റ് വൺ ഡയൽ ഇൻഡിക്കേറ്റർ. എന്താണ് ഡയൽ ഇൻഡിക്കേറ്റർ? നമ്മൾ ഗേജസിൻ്റെ ടോപ്പിക്കിൽ ഡയൽ ഗേജ് കണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഡയൽ ഇൻഡിക്കേറ്ററായിട്ട് വരുന്നത്. ഒരു പ്ലഞ്ചറിന് അതിൻ്റെ പാർട്സ് നോക്കുക. ഒരു പ്ലഞ്ചർ ഉണ്ട്. നമ്മൾ പാർട്സൊക്കെ ഗേജസിൻ്റെ ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഒരു മെയിൻ സ്കെയിലുണ്ട്, ഒരു ചെറിയ ഡിവിഷൻ സ്കെയിലും ഉണ്ട്, പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ റൊട്ടേഷൻ, ഈ മെയിൻ സ്കെയിലിൽ ഒരു ഫുൾ റൊട്ടേഷൻ 1 mm ആണ്. ആ ഒരു ഫുൾ റൊട്ടേഷൻ നടക്കുമ്പോഴാണ് ഈ ചെറിയ സ്കെയിലിൽ ഒരു ഡിവിഷൻ മൂവ് ചെയ്യുക. അതാണ് 1 division ഈക്വൽസ് 1 revolution ഓഫ് ദ മെയിൻ സ്കെയിൽ വിച്ച് ഈസ് 1 mm. ഓക്കെ, ഫിഗർ വരച്ചെടുക്കണം. ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് പറയുന്നത് ആംപ്ലിഫൈസ് ദ ലെങ്ത് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു എ റൊട്ടേഷണൽ മോഷൻ ഓഫ് പോയിൻ്റർ ഓവർ സർക്കുലാർ സ്കെയിൽ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ടു കമ്പയർ ടു ഹൈറ്റ്സ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നാരോ ലിമിറ്റ്സ്. സെക്കൻഡ്, ഫോർ ഡിറ്റർമൈനിങ് എറേഴ്സ് ഇൻ ജിയോമെട്രിക്കൽ ഫോംസ്. എന്തെങ്കിലും ജിയോമെട്രിക്കൽ ഫോംസിലെ എറേഴ്സ് കണ്ടുപിടിക്കാൻ, ഏതെങ്കിലും നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ജിയോമെട്രിയിൽ ഏതെങ്കിലും അതിൻ്റെ സർഫസിലോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഡയൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. തേർഡ്, ഫോർ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ വർക്ക്. ഫോർത്ത്, ഫോർ ടെസ്റ്റിംഗ് അലൈൻമെൻറ്റ്, റൗണ്ട്നെസ് ആൻഡ് പാരലിസം ഓഫ് വർക്ക് പീസ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഫിഗറാണ്. ഒരു പില്ലർ സ്റ്റാൻഡിൽ ടോപ്പ് ചെയ്തേക്കുന്ന ഇതാണ് ഒരു പില്ലർ സ്റ്റാൻഡ്. ഈ പില്ലർ സ്റ്റാൻഡിൽ ടോപ്പ് ചെയ്തേക്കുന്ന ഒരു ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇതാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇതൊരു സർഫസാണ്. സർഫസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് പ്ലേറ്റ് ആണ്. ഇവിടെ ഒരു സർഫസ് പ്ലേറ്റ് കാണാം. ഈ സർഫസ് പ്ലേറ്റിലാണ് നമ്മളെ ഈ പില്ലർ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്, അതുപോലെ വർക്ക് പീസ് വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇത് ഡയമെൻഷൻ ചെയ്യുന്നത് ദ ഫസ്റ്റ് പോയിന്റ്, വർക്ക് പീസ് ബീയിങ് കമ്പയർഡ് വിത്ത് എ നോൺ സ്റ്റാൻഡേർഡ്. എന്നാണ് നമുക്കറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ്. അത് നമ്മളിവിടെ യൂസ് ചെയ്ത് ഈ ഫിഗറിൽ യൂസ് ചെയ്തേക്കുന്നത് സ്ലിപ്പ് ഗേജ് ആണ്. ദ ഡയൽ ഗേജ് ഇൻഡിക്കേറ്റർ ഈസ് പ്ലേസ്ഡ് സോ ദാറ്റ് ദ പ്ലഞ്ചർ ഈസ് in contact with the reference surface of the slip gauge and the dial scale is set to 0. അപ്പോൾ ഈ സ്ലിപ്പ് ഗേജിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ റെഫറൻസ്. അപ്പോൾ നമ്മുടെ 0 ആണ്. 0-ലാണ് ഇപ്പോൾ നമ്മൾ ആ നീഡിൽ നിൽക്കുന്നത്, പോയിൻ്റർ നിൽക്കുന്നത്. ഇനി
ഈ സ്ലിപ്പ് ഗേജ് ഈ പില്ലർ സ്റ്റാൻഡ് റൈറ്റ് സൈഡിലേക്ക് നമ്മളെ വർക്ക് പീസ് ഇവിടെയാണുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. വിച്ച് ഈസ് പൊസിഷൻഡ് ഓൺ ദ സെയിം ഫ്ലാറ്റ് സർഫസ്. എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ സെറ്റിംഗ് ആൻഡ് ദ ഫേസ് ബീയിങ് ചെക്ക്ഡ് ക്യാൻ ബി റീഡ് ഓഫ് ഫ്രം ദ മെയിൻ സ്കെയിൽ. അപ്പോൾ ഇത്രയും ഡിഫറൻസ്, ഇതാണ് നമ്മളെ വർക്ക് പീസ്. ആ വർക്ക് പീസിൻ്റെ ഇത്രയും ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് കാണിച്ചത്. ഇതാണ് ഡിഫറൻസ് ഷോൺ ആസ് എ ഡയൽ ഗേജ് റീഡിങ്. ഇവിടെ ഇത്രയും ചെറിയൊരു ഡയമെൻഷൻ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഇത്രയും ചെറിയൊരു ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ആ ഡയമെൻഷൻ വർക്ക് പീസ് കൂടുതലാണ്, വർക്ക് പീസിൻ്റെ ഇത് കൂടുതലാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഡയൽ ഇൻഡിക്കേറ്റർ അതിലെ പോയിൻ്റർ ഇത്രയും ഡിഫ്ലക്റ്റ് ചെയ്തു. 0യിൽ നിന്ന് ഒരു പകുതിയിൽ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഓരോ ഇപ്പോൾ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇവിടെ സ്ലിപ്പ് ഗേജാണ് ഉപയോഗിച്ച് സ്ലിപ്പ് ഗേജ് വെച്ചിട്ട് ഡയൽ ഗേജിൻ്റെ സഹായത്തോടെ അവിടുത്തെ എറേഴ്സ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീഡ് ടൈപ്പ് മെക്കാനിക്കൽ കമ്പറേറ്റർ. ഫിഗർ നോക്കാം. ഇവിടെയാണ് നമ്മളെ വർക്ക് പീസ് വെക്കുക, കോമ്പണൻറ്റ് വെക്കുക. ഇതിൽ ഒരു ഫിക്സഡ് എൻഡ് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഫിക്സഡ് എൻഡ് ഉണ്ട്, ഫിക്സഡ് മെമ്പർ പറഞ്ഞിട്ട് ഇങ്ങനെ ഫിക്സഡ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞത് ഫിക്സഡ് ആണ്. ഇനി ഒരു മൂവബിൾ മെമ്പർ ഉണ്ട്. എ എന്നുള്ളത് മൂവബിൾ മെമ്പറാണ്. ഇനി 2 റീഡുകളുണ്ട്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റീഡുകളുണ്ട്, റീഡ് സി. ഈ റീഡ് സി എന്ന് പറഞ്ഞത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റീഡ് സി എന്നുള്ളത് ഒരു മൂവബിൾ റീഡാണ്. പിന്നെ ഒരു റീഡ് ഉള്ളത് ഡി ആണ്. അങ്ങനെ വെർട്ടിക്കലായിട്ടാണ് റീഡ് ഉള്ളത്. ഒരു പോയിൻ്റർ ഉണ്ട്, പിന്നെ സ്കെയിലുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയ സ്ലിപ്പ് ഗേജുകൾ പോലത്തെ ബ്ലോക്ക് ഗേജുകൾ വെച്ചിട്ടാണ് ഇത് അളക്കുന്നത്. ഇപ്പോൾ കോമ്പോണൻറ്റിൻ്റെ അതിൽ ഇവിടെ നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ആണ്. ആ സ്മോൾ എക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എൻലാർജ് ചെയ്ത് അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് നമ്മളെ സ്കെയിലിൽ നമുക്ക് കാണാൻ കഴിയുക. റീഡ് ടൈപ്പ് മെക്കാനിക്കൽ കമ്പറേറ്ററിൽ പറയുന്ന വർക്കിംഗ് ഒന്ന് നോക്കാം. The linkages required for magnification are purely mechanical amplifiers. Second point, it has a sensing probe and a spindle attached to a movable member A. Movable member ആണ് A. Movement of member A is constrained by the reads C. A മൂവ് ചെയ്യുമ്പോൾ റീഡ് സിയും കൂടെ അതിനായിട്ട് കണക്റ്റഡ് ആണ്. റീഡ് സിയും മൂവ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ഫിക്സഡ് മെമ്പർ സി. റീഡ് സി എന്ന് പറഞ്ഞത് ബി ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, എ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിലും റീഡ് സി മൂവ് ചെയ്യുന്നത് കാരണം ബി ഫിക്സഡായി നിന്നുകൊണ്ട് മൂവ് ചെയ്യും. ബിയിലാണ് റീഡ് സി കണക്ട് ചെയ്തിട്ടുള്ളത്. ദ കോമ്പണൻറ്റ് ടു ബി ടെസ്റ്റഡ് ഈസ് പ്ലേസ്ഡ് അണ്ടർ എ മൂവബിൾ മെമ്പർ എ. മൂവബിൾ മെമ്പർ എൻ്റെ താഴെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പോണൻറ്റ് വെക്കുന്നത്. ദ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഫിഗറിൽ കണ്ടു. ദ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സ്മോൾ എക്സ് ഓഫ് ദ മെമ്പർ എ പ്രൊഡ്യൂസസ് എ ലാർജ് ആനുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ എക്സ് ഓഫ് ദ പോയിൻ്റർ അക്കൗണ്ട് ഓഫ് ദർ ഓറിയൻറ്റേഷൻ റിലേറ്റീവ് ടു ദ മോഷൻ. നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ പോയിൻ്റർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യും. അതാണ് പറഞ്ഞത് ഓറിയൻറ്റേഷൻ റിലേറ്റീവ് ടു ദ മോഷൻ. The scale is calibrated by means of gauge blocks indicates the displacement of member A with respect to a fixed member B. എയും ബിയും ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഗേജ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്ലിപ്പ് ഗേജ്. ദിസ് ടൈപ്പ് ഓഫ് കമ്പറേറ്റർ ഹാവ് സെൻസിറ്റിവിറ്റീസ് ഓഫ് ദ ഓർഡർ 0.25 മൈക്രോമീറ്റർ പെർ സ്കെയിൽ ഡിവിഷൻ.
ഇത്രയും മൈന്യൂട്ട് സെൻസിറ്റീവ് ആണ്. 0.25 മൈക്രോമീറ്റർ. 0.25 × 10⁻⁻6 meter per scale division. It is available in magnification ranges from 500 to 1000. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഞ്ച് 500 to 1000 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് കമ്പറേറ്ററാണ് സിഗ്മ കമ്പറേറ്റർ. ഫിഗർ ശ്രദ്ധിക്കുക. ഒരു പ്ലഞ്ചർ കണക്ട് ചെയ്തേക്കുന്നത് ഒരു സ്ലിറ്റ് ഡയഫ്രത്തിനകത്തൂടെയാണ്. സ്ലിറ്റ് ഡയഫ്രം ഇതാണ്. ഈ ഒരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതാണ് പ്ലഞ്ചർ. ആ പ്ലഞ്ചറിനെ ഇവിടെ സ്ക്രൂ വെച്ചിട്ട് ഒരു നൈഫ് എഡ്ജ് വെച്ചിട്ട് രണ്ട് മെമ്പേഴ്സ് ഉണ്ട്. ഒന്ന് ഇത് മൂവിങ് മെമ്പറും ഇത് ഫിക്സഡ് മെമ്പറും. ആ മൂവിങ് മെമ്പറിനെയും ഫിക്സഡ് മെമ്പറിനെയും ഒരു ക്രോസ്ഡ് സ്ട്രിപ്പ് ഹിഞ്ച്, ഈ ബ്ലാക്ക് ആൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടില്ലേ, ക്രോസ്ഡ് സ്ട്രിപ്പ് ഹിഞ്ച് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൈ ആം ഉണ്ട്, ഈ ലാർജ് ആയിട്ടുള്ള ഈ വൈ ആം. പിന്നെ സ്കെയിലുണ്ട്, പോയിൻ്റർ ഉണ്ട്. ഈ വൈ ആമിൻ്റെ ഈ അറ്റം, ഈ എൻഡ് ഒരു ഫോസ്ഫർ ബ്രോൺസ് ടേപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡ്രം ഓഫ് റേഡിയസ് ആർ കണക്ട് ചെയ്ത്, അത് വെച്ചിട്ടാണ് നീഡിൽ അല്ലെങ്കിൽ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതിൽ രണ്ട് ഈ വൈ ആമിൻ്റെ ലെങ്ത്ത് എല്ലാണ്. അതുപോലെ റേഡിയസിൻ്റെ ഡ്രം ഓഫ് റേഡിയസ് അതിൻ്റെ റേഡിയസ് സ്മോൾ ആറാണ്. അതുപോലെ ഈ പോയിൻ്ററിൻ്റെ ലെങ്ത്ത് ക്യാപിറ്റൽ ആറാണ്. പിന്നെ അതുപോലെ ഈ നൈഫ് എഡ്ജും ഈ ഹിഞ്ചും ക്രോസ് സ്ട്രിപ്പ് ഹിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ ആണ്. ഇത്രയും ലെറ്റേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. This type of comparator has a magnification ranges 300 to 5000. Magnification range ആണ് പറഞ്ഞത്. The plunger is mounted on a pair of slit diaphragm as mounted upon the face of moving member cross strip hinge. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. The cross hinge consists of a moving member and a fixed member connected by a flexible strip at right angles to each other. A Y arm of length L is attached to the moving member. മൂവിങ് മെമ്പറിനായിട്ടാണ് വൈ ആം കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫിഗർ എന്തായാലും നിങ്ങൾ വരച്ചെടുക്കണം. ഇതാണ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കേണ്ട ഫിഗർ. The distance from the hinge pivot and the knife edge is small letter a. Then first stage magnification is L by A. L എന്ന് പറഞ്ഞാൽ വൈ ആമിൻ്റെ ലെങ്ത് ആണ്. The other end of arm is attached to a phosphor bronze tape which is passed around a drum of radius R, small letter r, attached to a pointer spindle. അതിലാണ് നമ്മളെ പോയിൻ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. The pointer is of length capital R. Therefore, magnification M equal to L by A into R by R, capital R by small r. എന്താണ് ഈ സിഗ്മ ടൈപ്പ് കമ്പറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഹാസ് ഗോട്ട് എ ബോൾഡ് സ്കെയിൽ ആൻഡ് എ ലാർജ് ഇൻഡിക്കേറ്റർ പോയിൻ്റർ. ഒരു വലിയ സ്കെയിലുണ്ട്, ഒരു ലാർജ് ഇൻഡിക്കേറ്റിംഗ് പോയിൻ്റാണ്. മറ്റേതൊക്കെ ചെറിയ പോയിൻറ്റേഴ്സ് ആയിരുന്നു, ഇത് വലിയ സ്കെയിലാണ്. പോയിൻ്ററും നല്ല ലെങ്ത് ഉണ്ട്. ആ വൈയാമിൻ്റെ ലെങ്ത് അതിലെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ മൂവിങ് പാർട്സ് ഉണ്ട്. അപ്പോൾ വിയർ ആൻഡ് ടിയർ
സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഒരു നൈഫ് എഡ്ജൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ആ ഹിഞ്ച് ക്രോസിൽ നിന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ വിയർ ആൻഡ് ടിയർ സംഭവിക്കാം. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് ആസ് ഒപ്റ്റിക്കൽ ഓർ അതർ ടൈപ്സ് ഓഫ് കമ്പറേറ്റർ. എന്നാൽ ഇതിൽ മൂവിങ് പാർട്സ് കൂടുതലായ കാരണത്താൽ ഇതിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് സെൻസിറ്റീവ് ആസ് ഒപ്റ്റിക്കൽ ഓർ അതർ ടൈപ്സ് ഓഫ് കമ്പറേറ്റേഴ്സ്. ഇതാണ് ഇപ്പോൾ ഇതുപോലത്തെ ഒരു സർഫസിൽ അതിനെ മാഗ്നിഫൈ ചെയ്തേക്കുന്നതാണ് ഈ എൻലാർജ് ചെയ്ത പടമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്ലഞ്ചർ വെച്ചിട്ട് നമ്മളൊരു സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയ അതിൻ്റെ സർഫസിൽ ഇതുപോലത്തെ ഗ്രാജുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യും. പ്ലഞ്ചർ അപ്പോൾ ഒരു നൈഫ് എഡ്ജ് ആയിട്ട് കണക്റ്റഡ് ആണ്. ആ നൈഫ് എഡ്ജ് ഈ മൂവിങ് അതിൻ്റെ ഫിക്സഡ് ആയിട്ട് മൂവിങ്ങിനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ മൂവിങ് താഴേക്ക് വരും. ആ മൂവിങ് വയ്യാമിനായിട്ട് കണക്റ്റഡ് ആണ്. ആ വയ്യാമിൻ്റെ മറ്റേ അറ്റം ഫോസ്ഫർ ബ്രോൺസായിട്ട് കണക്റ്റഡ് ആണ്. ആ ഫോസ്ഫർ ബ്രോൺസിൻ്റെ അതിലാണ് നമ്മളെ പോയിൻ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് സിഗ്മ കമ്പറേറ്ററിൻ്റെ വർക്കിങ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ കമ്പറേറ്റർ, ന്യൂമാറ്റിക് കമ്പറേറ്റർ, ഒപ്റ്റിക്കൽ കമ്പറേറ്ററൊക്കെ നോക്കാം. അതോടെ ഈ മൊഡ്യൂള് തീരുന്നതാണ്. ഓക്കെ, താങ്ക് യു.